അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഇമേജിനെ എങ്ങനെ ഡിജിറ്റലൈസ് ആക്കണം, നമുക്ക് കിട്ടുന്ന അനലോഗ് ഇമേജ് എന്നറിയാം. അതിന് നമ്മൾ എന്താക്കി മാറ്റണം, ഡിജിറ്റലാക്കി മാറ്റണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഡിജിറ്റലൈസിങ് ആൻഡ് ഇമേജ് മീൻസ് എന്താണ്, പ്രോസസ് ഓഫ് ഡിജിറ്റലൈസിങ് എന്ന് പറയുന്നത് എന്താണ്, റെപ്രസെൻറ്റിങ് എ 2-dimensional സിഗ്നൽ വിത്ത് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പിക്സൽ ആൻഡ് വിത്ത് ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അതിൽ നമുക്കറിയാം 2-dimensional സിഗ്നലായിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് അറിയാം. അതിൽ എന്തുണ്ടാവും, ഫൈനൈറ്റ് നമ്പർ ഓഫ് പിക്സൽസും വിത്ത് ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് ഇൻറ്റൻസിറ്റിയും ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 2D സിഗ്നലിനെ എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം, ഫൈനൈറ്റ് നമ്പർ ഓഫ് പിക്സൽസും ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് ഇൻറ്റൻസിറ്റി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആവണമെങ്കിൽ 2 പ്രോസസ്സാണ് അതിന് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യണത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ. നമുക്കറിയാം ഡിജിറ്റലൈസേഷൻ ആക്കണമെങ്കിൽ അവിടെ 2 പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്, ഒന്ന് സാമ്പിളിങ്ങും ഒന്ന് ക്വാണ്ടൈസേഷനും. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട്, XY കോർഡിനേറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ f(x, y) എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻറ്റൻസിറ്റി എന്നുള്ളത് അറിയാം അല്ലേ. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ടേക്കിംഗ് ദ സാമ്പിൾസ് ഇൻ എ 2-dimensional ഇമേജ്, അതായത് X ആക്സിസിലും Y ആക്സിസിലും സാമ്പിൾസ് എടുത്തിട്ട് സാമ്പിൾ ചെയ്യുന്നതിനാണ് 2D സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേക്കിംഗ് ദ സാമ്പിൾസ് ഇൻ എ 2-dimensional ഇമേജ്, 2-dimensional ഇമേജിൻ്റെ ഏതെടുത്ത് സാമ്പിൾ ചെയ്യും, X ആക്സിസും Y ആക്സിസിലുള്ള വാല്യൂസിനെ സാമ്പിൾ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, 2D സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദെൻ കൺവേർട്ടിംഗ് ദ അനലോഗ് ഇൻറ്റൻസിറ്റി വാല്യൂ, അതായത് നമ്മുടെ f(x, y) അല്ലേ, അതാണ് നമ്മുടെ പിക്സൽസ് അല്ലേ. ആ പിക്സൽസിനെ ദാറ്റ് ഈസ് കൺവേർട്ടിംഗ് ദ അനലോഗ് ഇൻറ്റൻസിറ്റി വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ദ സാമ്പിൾഡ് സിഗ്നൽ വാല്യൂസ്, ദാറ്റ് ഈസ് പിക്സൽസ്, ആസ് ദ ഡിസ്ക്രീറ്റ് ഇൻറ്റീജേഴ്സ് വാല്യൂ വിത്തിൻ ദ അവൈലബിൾ ലിമിറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, X ആക്സിസിലും Y ആക്സിസിലും യൂണിറ്റ് എടുത്ത് സാമ്പിൾ ചെയ്യുമ്പോൾ 2D സാമ്പിളിങ്ങും, നമ്മുടെ f(x, y) അതായത് ഇൻറ്റൻസിറ്റി വാല്യൂ അല്ലേ, അതെടുത്തിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ സിഗ്നൽ വാല്യൂസിനെ സാമ്പിൾ ചെയ്തിട്ട് ഡിസ്ക്രീറ്റ് വാല്യൂസായി മാറ്റുന്ന സമയത്ത് അതിനെ എന്ത് വിളിക്കും, ക്വാണ്ടൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. ഇതിലെന്താ പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2D സിഗ്നലിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പിക്സൽസും വിത്ത് ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് ഇൻറ്റൻസിറ്റി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 2 പ്രോസസ്സാണ് ഉള്ളത്, അതായത് ടേക്കിംഗ് 2 2D ഡയമെൻഷനുള്ള സാമ്പിൾസ് എടുക്കുക, ഏതിൽ X ആൻഡ് Y ആക്സിസിൽ എടുക്കുക, അതിനെയാണ് നമ്മൾ 2D സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൺവേർട്ടിംഗ് ദ അനലോഗ് ഇൻറ്റൻസിറ്റി വാല്യൂ അല്ലേ, അതായത് പിക്സൽസിൻ്റെ വാല്യൂ ആസ് എ ഡിസ്ക്രീറ്റ് വാല്യൂസിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലെറ്റ് us കൺസിഡർ an ഇമേജ് ഷോൺ ബിലോ. കണ്ടോ, ഇമേജ് എന്ന് പറഞ്ഞത് കണ്ടോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ അലോങ് ദ A and B എടുത്തിട്ടുണ്ട്. ഇനി അത് ഡിസ്ക്രീറ്റ് ഇമേജ് ആക്കി മാറ്റുന്നു, ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ each of this point have an intensity value that is to be quantized to a digital image. അപ്പോൾ ഓരോ ഇൻറ്റൻസിറ്റി വാല്യൂനെയും എന്താക്കി മാറ്റണം, ക്വാണ്ടൈസ് ചെയ്തിട്ട് എന്താക്കി മാറ്റണം, ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റണം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് 2D സാമ്പിളിംഗ് ആൻഡ് അലൈസിങ് സാമ്പിളിംഗ് തിയറം. അപ്പോൾ 2D സാമ്പിളിങ്ങും അലൈസിങ്ങും സാമ്പിളിംഗ് തിയറം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും, സാമ്പിളിംഗ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ ഇമേജ് വിത്ത് എ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ. അപ്പോൾ ഫ്രീക്വൻസി സ്പെക്ട്രം അറിയാം അല്ലേ. അപ്പോൾ ഇമേജിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അത് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മുടെ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ. ഈ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടിന്യൂസ് ഇമ്പൾസസ് വിച്ച് ആർ ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. അതായത് കണ്ടിന്യൂസ് ഇമ്പൾസ് സിഗ്നൽസ് അല്ലേ, കണ്ടിന്യൂസ് സിഗ്നൽസ് ഈക്വലി സ്പേസ് ചെയ്തത് X ആക്സിസിലും Y ആക്സിസിലും കണ്ടിന്യൂസ് സിഗ്നൽ ഈക്വലി സ്പേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ആസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എന്തൊക്കെ തമ്മിലാണ്, ഒരു ഫ്രീക്വൻസി സ്പെക്ട്രവും ഒരു ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാമ്പിളിംഗ് ക്യാൻ ബി റെപ്രസെൻറ്റഡ്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ ഇമേജ് വിത്ത് എ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ. വാട്ട് യു മീൻ ബൈ ദിസ് ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ഇസ് നത്തിങ് ബട്ട് എ continuous impulses which are equally spaced both in X axis and Y axis. X ആക്സിസിലും Y ആക്സിസിലും ഈക്വലി സ്പേസ് ചെയ്യുന്ന ഇമ്പൾസ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ. അത് ആരെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെറ്റ് ദ ഇമേജ് ബി സാമ്പിൾഡ് അലോങ് ദ X ആക്സിസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഏതാണ് ഇമേജ് സാമ്പിൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ X ആക്സിസിൽ വെച്ചിരിക്കുന്നത് വിത്ത് എ സാമ്പിളിംഗ് ഫ്രീക്വൻസി ωXS. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്താണ്, ωXS ആണ്. അപ്പോൾ നമുക്ക് എക്സും വൈയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്തായിരിക്കും അത്, ωXX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/Δx അറിയുന്ന കാര്യമാണ്. അതേപോലെ ωYS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/Δy ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, Δxഉം Δyയും കണ്ടുപിടിക്കാം. ഇനി ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് എ ബാൻഡ് ലിമിറ്റഡ് 2D സിഗ്നൽ ക്യാൻ ബി ഡ്രോൺ. അപ്പോൾ ഫ്രീക്വൻസി സ്പെക്ട്രം
നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഈ ഒമേഗ എക്സ് ഒമേഗ വൈ എന്നുള്ള ടേമിൽ വരയ്ക്കാൻ പറ്റും. ആ റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീജിയൻ ഓഫ് സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പെക്ടർ എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീജിയൻ ഓഫ് സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എബൌവ് 2 സ്പെക്ട്രംസ് ആർ മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ സാമ്പിൾ സിഗ്നൽ സ്പെക്ട്രം വൈൽ സാമ്പിളിംഗ് ദ എബൌവ് 2 സ്പെക്ട്രം അല്ലേ. അപ്പോൾ 2 സ്പെക്ട്രം ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ ആ 2 സ്പെക്ട്രം ഒമേഗ എസും ഒമേഗ എക്സും ഒമേഗ വൈയും. അപ്പോൾ വൈൽ സാമ്പിളിംഗ് ദ 2 എബോവ് സ്പെക്ട്രം ആർ മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ സാമ്പിൾഡ് സിഗ്നൽ സ്പെക്ട്രം. അപ്പോൾ അത് രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സാമ്പിൾഡ് സിഗ്നൽ സ്പെക്ട്രം കിട്ടുന്നത്. ഓക്കെ, ഈ സ്പെക്ട്രം ഓഫ് എ സാമ്പിൾ സിഗ്നൽ റെപ്ലിക്കേറ്റ്സ് ദ റീജിയൻ ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ദ എക്സ് ആക്സിസ് വൈ ആക്സിസ്. നമുക്കറിയാം സാമ്പിൾ ചെയ്യുന്ന രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ 2 റീജിയൻ കിട്ടും. ഏതാ 2 റീജിയൻ, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആയിട്ടാണ് വരച്ചേക്കുന്നത്. അതുകൊണ്ടാണത് കാണിച്ചേക്കുന്നത്, ഒരു ഇമേജ് കാണിച്ചേക്കുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസിലും. അപ്പോൾ ഫ്രം ദ എബോവ് സ്പെക്ട്രം ദ ഒറിജിനൽ ഇമേജ് സ്പെക്ട്രം ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് ബാക്ക് ബൈ യൂസിങ് ലോ പാസ് ഫിൽറ്റർ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എബോവ് സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി സ്പെക്ട്രമായിട്ടല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് സ്പെക്ട്രത്തിലേക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ, ഒരു ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട്. ഈഫ് ആൻഡ് ഓൺലി ഈഫ്. എങ്ങനെ ഈ സ്പെക്ട്രത്തിൻ്റെ ഒറിജിനൽ സ്പെക്ട്രം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പം മാത്രം, ഈഫ് ആൻഡ് ഓൺലി ഈഫ് 1/Δx ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1/Δx ദാറ്റ് ഈസ് ഒമേഗ എക്സസ് അല്ലേ. അത് എപ്പോഴും എന്തിനോട് കൂടുതലായിരിക്കണം, ഗ്രേറ്റർ ദാൻ 2 ഒമേഗ നോട്ടിനോട് കൂടുതലായിരിക്കണം. 2 ഒമേഗ എക്സ് നോട്ടിനോട് ഗ്രേറ്റർ ആയിരിക്കണം. 1/Δys എന്ന് പറയുന്നത്, അതായത് ഒമേഗ വൈ എസ് എന്ന് പറയുന്നത് എന്തിനോട് കൂടുതലായിരിക്കണം, 2 ഒമേഗ വൈ നോട്ടിനോട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ നമുക്കറിയാം അത് എന്ത് റേറ്റ് ആണ്, നൈക്വിസ്റ്റ് റേറ്റ് ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 2D സാമ്പിളിംഗ് തിയറം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞില്ല, നമ്മളെന്ത് പറഞ്ഞു, സാമ്പിളിംഗ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ ഇമേജ് വിത്ത് എ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇമേജ് എടുത്തു നമ്മൾ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള ഒരു ഇമേജ് നമ്മൾ സാമ്പിൾ ചെയ്തു. അപ്പോൾ എക്സ് ആക്സിസിലുള്ളതിന് നമുക്ക് എന്ത് എഴുതാം, ഒമേഗ എക്സ് എസ് ഇസ്ക്വൽ 1/Δx എന്ന് എഴുതാം. അതേപോലെ ഒമേഗ വൈ എസിന് 1/Δy എന്ന് എഴുതാം. അതിന് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ ജസ്റ്റ് എക്സും വൈയും കോമ്പൗണ്ടിൽ കാണിച്ചു കൊടുക്കാം. അപ്പോൾ സാമ്പിളിംഗ് നടക്കുമ്പോൾ എന്താണ്, 2 സ്പെക്ട്രം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് സാമ്പിൾ സിഗ്നൽ സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എക്സ് എക്സിലും വൈ എക്സിലും റീഡ്രോൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറിജിനൽ സ്പെക്ട്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു സ്പെക്ട്രം അപ്പോൾ നമുക്ക് ഒറിജിനൽ സ്പെക്ട്രം കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യണം, ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യണം. അത് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, നൈക്വിസ്റ്റ് റേറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 2D സാമ്പിളിംഗ് തിയറം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ സാമ്പിളിംഗ് പ്രോസസ് ഡസ് നോട്ട് ഒബേ ദ സാമ്പിളിംഗ് തിയറം, അതായത് നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സ് സാമ്പിളിംഗ് തിയറം ഒബേ ചെയ്യുന്നില്ലെങ്കിൽ ദെൻ ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ ഇമേജ് മേ ബി ഓവർലാപ്പ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, ഓവർലാപ്പ് ചെയ്യും അണ്ടർലാപ്പ് ചെയ്യും, നമ്മൾ പറഞ്ഞതാണത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണത് അല്ലേ. അപ്പോൾ സാമ്പിളിംഗ് പ്രോസസ്സ് സാമ്പിളിംഗ് തിയറം ഒബേ ചെയ്തില്ലെങ്കിൽ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറിജിനൽ സ്പെക്ട്രത്തിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ലോ പാസ് ഫിൽറ്ററോ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഇല്ലാണ്ട് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് ഓഫ് ദ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഓഫ് ദ സ്പെക്ട്രലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എലിയാസിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് സാമ്പിളിംഗ് പ്രോസസ്സ് ഡസ് നോട്ട് സാമ്പിളിംഗ് തിയറം ഒബേ ചെയ്തില്ലെങ്കിൽ ഫ്രീക്വൻസി സ്പെക്ട്രം എന്താ പോവും, ഓവർലാപ്പായി പോവും. അപ്പോൾ നമുക്ക് ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഓവർലാപ്പിംഗ് ഫ്രീക്വൻസി കമ്പോണൻറ്റ്, ഓവർലാപ്പിംഗ് ചെയ്ത് ഫ്രീക്വൻസി കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എലിയാസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏലിയാസിങ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ മാക്സിമം ഫ്രീക്വൻസിനേക്കാളും സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കണം. മാക്സിമം ഫ്രീക്വൻസി സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസിനേക്കാളും ആരായിരിക്കണം, നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി കൂടുതലായിരിക്കണം. അതാണ് ആ ഏലിയാസിങ് കാണിച്ചിരിക്കുന്നത്. കണ്ടു, നമ്മൾ നേരത്തെ വരച്ചപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വന്നു, പക്ഷേ ഗ്രേറ്റർ ദാൻ ആയില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഓവർലാപ്പിംഗ് സംഭവിക്കും. കണ്ടു, അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. Any sampled image can be represented as a definite number of points in a two-dimensional plane, each of which has a unique intensity value f of x, y.
നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. ഒരു സാമ്പിൾഡ് ഇമേജ് ആണെങ്കിൽ അതിലെന്തുണ്ടാവും, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടാവും. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, f(x,y) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ദ റെപ്രസെൻറ്റിംഗ് ദ ഇൻറ്റൻസിറ്റി വാല്യൂ ഇസ് എ ഡിസ്ക്രീറ്റ് ആൻഡ് ഫൈനൈറ്റ് ഇൻറ്റിജർ ലീഡ്സ് ടു ദ ക്വാണ്ടൈസേഷൻ. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി വാല്യൂ ഡിസ്ക്രീറ്റും ഫൈനൈറ്റും ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് എന്തിലേക്ക് വഴിതിരിക്കും, ക്വാണ്ടൈസേഷനിലേക്ക് വഴിതിരിക്കും. സോ എനി ഡിജിറ്റലൈസ് ഇമേജ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ മെട്രിക്സ് വിത്ത് m നമ്പർ ഓഫ് റോസ് ആൻഡ് n നമ്പർ ഓഫ് കോളംസ് കണ്ടെയ്ൻസ് ഡിസ്ക്രീറ്റ് ഇൻറ്റിജർ വാല്യൂസ്. നമുക്കറിയാം എങ്ങനെ ഇമേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു മെട്രിക്സ് ആയിട്ടാണ്. m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ഇൻറ്റിജേഴ്സ് ആയിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ f(x, y) എന്ന് പറഞ്ഞാൽ m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈച്ച് എലമെൻറ്റിന് നമ്മൾ എന്ത് വിളിക്കും, പിക്സൽ എന്ന് വിളിക്കും അല്ലേ. അല്ലെങ്കിൽ അത് ഇറ്റ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് a0, a0, a1 അങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി വാല്യൂ aij നമ്മൾ മെട്രിക്സിൽ കണ്ടു അല്ലേ. ഇഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി വാല്യൂ aij എന്ന് പറയുന്നത്, അതായത് a മെട്രിക്സ് എബോവ് മെട്രിക്സ് ഈസ് nmx ആണെങ്കിൽ then the number of bits needed to represent the intensity is given by, അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് ദ എ മെട്രിക്സ് അല്ലേ. ഐ റോയും ജെ കോളം ആയിരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി വാല്യൂ nmx ആണെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ് റിപ്രസെൻറ്റ് ടു ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കണം, 2k-1 = nmx ആയിരിക്കും. ഓക്കെ, അപ്പോൾ k 8 ബിറ്റ് ആണെങ്കിൽ 255. അപ്പോൾ ഡിജിറ്റൽ ഇമേജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സോ ദ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു സ്റ്റോർ എ ഡിജിറ്റൽ ഇമേജ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, b = m × n × k. ഓക്കെ, അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ബിറ്റ് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണുക, m × n × k ആയിട്ടാണ് കാണുക. ഓക്കെ, ഇനി സ്പേഷ്യൽ റെസൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പിക്സൽ ഇൻ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്. നമ്പർ ഓഫ് പിക്സൽ യൂണിറ്റ് ഡിസ്റ്റൻസിൽ എത്രത്തോളം ബിറ്റ്സ് പ്രസൻ്റ് ആണോ ദാറ്റ് ഇസ് കോൾഡ് ആസ് എൻ നമ്പർ ഓഫ് പിക്സൽസ് പ്രസൻ്റ് ആണോ ദാറ്റ് ഇസ് കോൾഡ് ആസ് എൻ സ്പേഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി റെസൊല്യൂഷൻ എന്തായിരിക്കും, നമ്പർ ഓഫ് യൂസ്ഡ് റെപ്രസെൻറ്റ് ദ ഇൻറ്റൻസിറ്റി വാല്യൂ. എത്ര ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റി വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഇൻറ്റൻസിറ്റി റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയുന്നത്, 2D സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷനിൽ പറയുന്നത്. അതർവൈസ് ഇറ്റ്സ് കോൾഡ് ആസ് എൻ ഇമേജ് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്.